പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ്. സെക്സ് ഡിറ്റർമിനേഷൻ, മ്യൂട്ടേഷൻ ആൻഡ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഇവയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ ടോപ്പിക്കായ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസത്തിലേക്ക് പ്രവേശിക്കാം. ലിംഗനിർണയ രീതിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദ സൈറ്റോളജിക്കൽ ഒബ്സർവേഷൻസ് മെയ്ഡ് ഇൻ എ നമ്പർ ഓഫ് ഇൻസെക്ട്സ് റിവീൽഡ് ദ കൺസെപ്റ്റ് ഓഫ് ജനറ്റിക് ഓർ ക്രോമസോമൽ ബേസിസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അതായത് ചില ഷഡ്പദങ്ങളിൽ നടത്തിയ ഒരു കൂട്ടം കോശ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജനിതകപരമായും ക്രോമസോമുകളുടെ അടിസ്ഥാനത്തിലും ലിംഗനിർണയം നടത്താമെന്ന് മനസ്സിലാക്കി. The chromosomes that are involved in sex determination are called sex chromosomes or allosomes. They include X and Y chromosomes. The chromosomes other than sex chromosomes are called autosomes, which is represented by capital A. For example, in the case of man, the chromosome number is 46. There are 44 autosomes and 2 allosomes. In the case of male, it is XY, and in the case of female, it is XX. So, the chromosome constitution of male is 44AA plus XY, and human female is 44AA plus XX. ലിംഗനിർണയത്തിൽ ഉൾപ്പെടുന്ന ക്രോമസോമുകളെ ലിംഗ ക്രോമസോമുകൾ എന്ന് പറയുന്നു. ഇവയെ അല്ലോസോമുകൾ എന്ന് പറയുന്നു. ഇതിൽ XY ക്രോമസോമുകൾ ഉൾപ്പെടുന്നു. മറ്റ് ക്രോമസോമുകളെ ഓട്ടോസോംസ് അഥവാ സരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നു. ഉദാഹരണമായി മനുഷ്യരിൽ 46 ക്രോമസോംസ് ആണ് കാണുന്നത്. അതിൽ 44 എണ്ണം ഓട്ടോസോംസും 2 ലിംഗ ക്രോമസോമുകളായ XO YO ആകാം. പുരുഷന്മാരിൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോമുകളായ എക്സും വൈയും കാണുന്നു. അതുപോലെ സ്ത്രീകളിൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോമുകൾ എക്സും എക്സുമാണ്. The sex chromosomes determine the sex of organism. This concept was introduced by Henking. Henking in 1891 studied the spermatogenesis in some insects and observed that 50% of sperm receive a nuclear structure after spermatogenesis, and other 50% of sperms did not receive such a nuclear structure. Henking called this structure as X-body, and later it is named as X chromosome. 1891 ഹെൻകിങ് എന്ന ജനിതകശാസ്ത്രജ്ഞനാണ് ലിംഗനിർണയത്തിന് അടിസ്ഥാനമിട്ടത്. അദ്ദേഹം ചില ആൺ ഷഡ്പദങ്ങളുടെ മിയോസൈറ്റിൻ്റെ മർമ്മത്തിൽ ഒരു ഘടന കണ്ടെത്തി. ഉണ്ടാകുന്ന 50 പുംബീജങ്ങളിൽ ഈ ഘടന ഉണ്ടായിരുന്നു. എന്നാൽ ബാക്കി 50% പുംബീജങ്ങളിൽ ഈ ഘടന ഉണ്ടായിരുന്നില്ല. ഈ ഘടനയ്ക്ക് അദ്ദേഹം എക്സ് ശരീരം എന്ന് പേരിട്ടു. തുടർന്ന് നടന്ന പരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ മറ്റു ശാസ്ത്രജ്ഞന്മാരാണ് ഇത് ക്രോമസോം ആണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് അവർ ഇതിന് എക്സ് ക്രോമസോം എന്ന് പേരിട്ടു. അതായത് ഹെൻകിങ് കണ്ടുപിടിച്ച എക്സ് ബോഡിയാണ് പിൽക്കാലത്ത് എക്സ് ക്രോമസോം എന്ന് അറിയപ്പെട്ടത്. ഇനി ആ ടേബിൾ ശ്രദ്ധിക്കുക. ജീവികളിൽ കാണുന്ന സെക്സ് ഡിറ്റർമിനേഷൻ മെത്തേഡുകൾ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. പ്രധാനമായും 4 സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് XXXO ടൈപ്പ്. ഇത് കാണുന്നത് ഇൻസെക്റ്റുകളിലും ഗ്രാസ് ഹോപ്പറിലുമാണ്. സെക്കൻഡ് മെക്കാനിസം XXXY ടൈപ്പാണ്. ഇത് കാണുന്നത് ഡ്രോസോഫില ആൻഡ് ഹ്യൂമൻ. മൂന്നാമത്തെ മെക്കാനിസം ZWZZ. ഇത് കാണുന്നത് ബേർഡ്സിലാണ്. നാലാമത്തെ മെത്തേഡ് ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. ഇത് കാണുന്നത് ഹണി ബീയിലാണ്.
ഇവയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഹൗ ആൻ ഓർഗാനിസം ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ഇറ്റ്സ് പ്രോജനി. എങ്ങനെയാണ് ഒരു ജീവി അതിൻ്റെ സന്തതികളുടെ ലിംഗം നിർണ്ണയിക്കുന്നത് എന്ന് നമുക്കിനി പരിശോധിക്കാം. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദ കേസ് ഓഫ് ഹ്യൂമൻ. The chromosome constitution of human male is 44AA plus XY and produce two types of gametes. Some gametes with 22 autosomes and one X chromosome, and some other gametes with 22 autosomes and a Y chromosome. This condition is called heterogametic condition, which means human males are heterogametic because they produce two different types of gametes. Few gametes with X chromosomes and others with Y chromosomes. Human female chromosome constitution is 44AA plus XX. So, human female produce similar gametes. That is, all eggs has 22 autosomes and an X chromosome. This is called homogametic condition. So, human females are homogametic. The sex of the progeny is determined by the heterogametic organism. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. സെക്സ് ഓഫ് ദ പ്രോജനി ഈസ് ഡിറ്റർമൈൻഡ് ബൈ എ ഹെറ്ററോഗാമെറ്റിക് ഓർഗാനിസം. സോ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ, ദ സെക്സ് ഓഫ് ദ പ്രോജനി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഹെറ്ററോഗാമെറ്റിക് ഓർഗാനിസം, ദാറ്റ് ഈസ് ദ മെയിൽ ഇൻഡിവിജ്വൽ. അതായത് ഈ സ്ലൈഡിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ജീവി അതിൻ്റെ സന്തതികളുടെ ലിംഗനിർണ്ണയം നടത്തുന്നു എന്നതാണ്. മനുഷ്യൻ്റെ കാര്യമെടുക്കാം. മനുഷ്യൻ്റെ ക്രോമസോം നമ്പർ 46 ആണല്ലോ. അതായത് 44 ഓട്ടോസോംസും 2 അല്ലോസോമുകളായ എക്സും വൈയും. അതുകൊണ്ട് പുരുഷന്മാർ 2 തരം പുംബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ചില പുംബീജങ്ങൾ എക്സ് ക്രോമസോമിനെ വഹിക്കുന്നു, എന്നാൽ മറ്റു ചില പുംബീജങ്ങൾ വൈ ക്രോമസോംസിനെ വഹിക്കുന്നു. അതായത് ചില പുംബീജങ്ങളുടെ ക്രോമസോം 22 ഓട്ടോസോംസും ഒരു എക്സ് ക്രോമസോമുമാണെങ്കിൽ മറ്റ് പുംബീജങ്ങളുടെ ക്രോമസോം വിന്യാസം 22 ഓട്ടോസോമും ഒരു വൈ ക്രോമസോമും ആയിരിക്കും. അതിനാൽ 2 തരം പുംബീജങ്ങളാണ് പുരുഷന്മാർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ അവസ്ഥയെ ആൺ വിപരീത ലിംഗരീതി എന്ന് പറയുന്നു. ഈ പ്രതിഭാസമാണ് ആൺ വിപരീത ലിംഗത അഥവാ മെയിൽ ഹെറ്ററോഗാമറ്റി. ഇനി സ്ത്രീകളുടെ കാര്യമെടുത്താൽ, സ്ത്രീകളിൽ ക്രോമസോം ഘടന അഥവാ ക്രോമസോം വിന്യാസം 44 ഓട്ടോസോമുകളും 2 എക്സ് ക്രോമസോമും ആണല്ലോ. അതിനാൽ സ്ത്രീകൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അണ്ഡങ്ങളിലും 22 ഓട്ടോസോമുകളും ഒരു അല്ലോസോമായ എക്സ് ക്രോമസോമും കാണുന്നു. ഇതിനെ പെൺ സമബീജ രീതി എന്ന് പറയുന്നു. ഈ പ്രതിഭാസമാണ് പെൺ സമബീജ രീതി. ഈ പ്രതിഭാസത്തിന് പെൺ സമാനലിംഗത അഥവാ ഫീമെയിൽ ഹോമോഗാമറ്റി എന്ന് പറയുന്നു. അതുകൊണ്ട് സന്തതികളിൽ ലിംഗം നിർണ്ണയിക്കുന്നത് വിപരീത ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന മാതൃപിതൃജീവികൾ ആയിരിക്കും. മനുഷ്യൻ്റെ കേസിൽ അത് പിതൃജീവിയാണ്. കാരണം ആൺജീവിയാണ് ഹെറ്ററോഗാമറ്റിക്. ഇത് ഓർത്തിരിക്കുക. സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസത്തിലെ ആദ്യ മെക്കാനിസമായ XX-XY ടൈപ്പ് എന്താണെന്ന് പഠിക്കാം. ഇത് കാണുന്നത് ഡ്രോസോഫില അഥവാ പഴയീച്ചയിലും മനുഷ്യരിലുമാണ്. ആദ്യമായി ഡ്രോസോഫിലയിൽ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത് എന്ന് പഠിക്കാം. ഡ്രോസോഫില ഹാസ് 8 chromosomes, that is 6 autosomes and 2 allosomes or sex chromosomes. A pair of X chromosomes is present in females, whereas an X chromosome and Y chromosomes are present in male flies. ആ ചിത്രം ശ്രദ്ധിക്കുക. During spermatogenesis, male produces 2 types of gametes. So here male is heterogametic. This phenomenon is called male heterogametry. ആ ക്രോസ് ശ്രദ്ധിക്കുക. മെയിൽ ഫീമെയിൽ ഫ്ലൈസിനെ അവിടെ ക്രോസ് ചെയ്തിരിക്കുന്നു.
മെയിൽ ഫ്ലൈയുടെ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ 6AA പ്ലസ് XY, ഫീമെയിൽ ഫ്ലൈയുടെ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ 6AA പ്ലസ് XX. ഇതിൽ മെയിൽ ഫ്ലൈസിൽ 2 അല്ലോസോമുകളായ XY ഇവ കാണുന്നത് കൊണ്ട് ഇത് 2 ടൈപ്പ് മെയിൽ ഗമേറ്റുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ചില മെയിൽ ഗമേറ്റ്സിൽ 3 അല്ലോസോമും 1 X ക്രോമസോമും കാണുന്നുവെങ്കിൽ മറ്റു ചില മെയിൽ ഗമേറ്റുകളിൽ 3 അല്ലോസോംസും 1 Y ക്രോമസോമും കാണുന്നു. ഈ കണ്ടീഷനെയാണ് ഹെട്രോഗാമറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഫീമെയിൽ ഫ്ലൈയുടെ കാര്യം എടുക്കൂ. ഫീമെയിൽ ഫ്ലൈയുടെ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിക്കുക. ഇതിൽ അല്ലോസോമുകൾ രണ്ടും സെയിം ആണ്, 2 X ക്രോമസോമുകൾ. സോ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ഡം അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത് ഒരേ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതായിരിക്കും. അതായത് 3 ഓട്ടോസോംസും 1 X ക്രോമസോമും ഉള്ള അണ്ഡങ്ങളായിരിക്കും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനെ ഹോമോഗാമറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് ആ ക്രോസ് ശ്രദ്ധിക്കുക. 3 ഓട്ടോസോമും 1 X ക്രോമസോമും അടങ്ങുന്ന മെയിൽ ഗമേറ്റ് 3 ഓട്ടോസോമും 1 X ക്രോമസോം അടങ്ങുന്ന എഗ്ഗുമായി ഫ്യൂസ് ചെയ്താൽ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഓട്ടോസോമുകളും 2 X ക്രോമസോമുമുള്ള ഒരു പ്രോജനി ആയിരിക്കും. ഇത് ഫീമെയിൽ ഫ്ലൈ ആയിരിക്കും. അതുപോലെ ആൺജീവി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ തരം മെയിൽ ഗമേറ്റായ 3 ഓട്ടോസോമും 1 Y ക്രോമസോമും അടങ്ങുന്ന മെയിൽ ഗമേറ്റ് ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ഓട്ടോസോമും 1 X ക്രോമസോമും അടങ്ങുന്ന അണ്ഡവുമായി ഫ്യൂസ് ചെയ്താൽ ഫെർട്ടിലൈസേഷന് ശേഷം ലഭിക്കുന്ന പ്രോജനിയുടെ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ 6 ഓട്ടോസോംസും കൂടെ സെക്സ് ക്രോമസോംസ് ആയ XY ക്രോമസോമുകളും ഉണ്ടായിരിക്കും. അതിനാൽ ഈ ഫ്ലൈ മെയിൽ ഫ്ലൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പഴയച്ചയുടെ കാര്യത്തിൽ പ്രോജനിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹെട്രോഗാമറ്റിക് ഓർഗാനിസമായ മെയിൽ ഫ്ലൈ ആണെന്ന് നിസ്സംശയം പറയാം. സോ ഹിയർ ദ സ്പേം ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ദ പ്രോജനി ഫ്ലൈ. ഇനി നമുക്ക് ഹ്യൂമൻ സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഹ്യൂമനിലെ സെക്സ് ഡിറ്റർമിനേഷൻ XX XY ടൈപ്പാണ്. ഹ്യൂമൻ ഹാസ് 46 chromosomes. So the chromosome constitution is 44 autosomes and 2 sex chromosomes or allosomes. A pair of X chromosomes are present in female, whereas X and Y chromosomes are present in male. During spermatogenesis, male produces 2 types of gametes. So male is heterogametic. So the male organism determines the sex of the child. Whereas during oogenesis, female produces similar gametes. This condition is called female homogamety. So in the case of human, the male individual which determines the sex of the child. ഇനി ആ ചിത്രം ശ്രദ്ധിക്കുക. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ക്രോമസോം പാറ്റേൺ കാണാം. തൊട്ടു താഴെയുള്ള ക്രോസും ശ്രദ്ധിക്കുക. മെയിൽ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ 44AA പ്ലസ് XY, ഫീമെയിൽ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ 44AA പ്ലസ് XX. മെയിലിൽ 2 ഡിഫറൻറ്റ് അല്ലോസോംസ് ആയ എക്സും വൈയും കാണുന്നതുകൊണ്ട് ഇത് 2 ഡിഫറൻറ്റ് ഗാമേറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നു. ചില ഗാമേറ്റുകളിൽ 22 ഓട്ടോസോംസും 1 X ക്രോമസോമും കാണുന്നുവെങ്കിൽ മറ്റു ചില ഗാമേറ്റുകളിൽ 22 ഓട്ടോസോമും 1 Y ക്രോമസോമും കാണുന്നു. എന്നാൽ സ്ത്രീകളിൽ അല്ലോസോമുകൾ സിമിലർ ആണ്. അതായത് XX 2 X ക്രോമസോമുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീമെയിൽ ഗാമേറ്റുകളും ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ സിമിലർ ആയിരിക്കും. അതായത് 22 ഓട്ടോസോമുകളും 1 അല്ലോസോമായ X ക്രോമസോമും. ഇതിൽ 22 ഓട്ടോസോമും 1 X ക്രോമസോമും ഉള്ള മെയിൽ ഗമേറ്റ് 22 ഓട്ടോസോമും 1 X ക്രോമസോമും ഉള്ള എഗ്ഗുമായി ഫ്യൂസ് ചെയ്താൽ ഫെർട്ടിലൈസേഷന് ശേഷം ലഭിക്കുന്ന പ്രോജനി 44 ഓട്ടോസോമുകളും 2 X ക്രോമസോമും അടങ്ങുന്ന ഫീമെയിൽ ആയിരിക്കും. അതുപോലെ 22 ഓട്ടോസോമും 1 Y ക്രോമസോമും അടങ്ങുന്ന പുംബീജമാണ് 22 ഓട്ടോസോമും 1 X ക്രോമസോമും അടങ്ങുന്ന അണ്ഡവുമായി സംയോജിക്കുന്നതെങ്കിൽ ഫെർട്ടിലൈസേഷന് ശേഷം ലഭിക്കുന്ന പ്രോജനിയിൽ 44 ഓട്ടോസോമുകളെ കൂടാതെ XY അല്ലോസോമുകളും ഉണ്ടായിരിക്കും. ഈ കുഞ്ഞ് മെയിലായിരിക്കും. സോ ഇൻ ഹ്യൂമൻ സ്പേം ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. കൂടാതെ ഒരു ഇൻഫർമേഷനും കൂടെ പറയാം.
ഫീമെയിലിൽ 2 അല്ലോസോമുകളാണല്ലോ കാണുന്നത്, അതായത് 2 എക്സ് ക്രോമസോമുകൾ. 2 എക്സ് ക്രോമസോമുകൾ ഒരുമിച്ച് വന്നാൽ അതിൽ ഒരു എക്സ് ക്രോമസോം ഇനാക്റ്റീവ് ആയിരിക്കും. ഇതിനെ ബാർ ബോഡി എന്ന് പറയുന്നു. ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം, XXXO type. This mechanism is found in insects and grasshopper. Here, male is heterogametic. That means male produces 2 types of gametes. Some gametes with autosomes and a single X chromosome, and some other gametes with autosomes only, without allosomes. This condition is represented as XO. The female insects and female grasshopper are homogametic. They produce similar gametes with autosomes and a single X chromosome. So, in insects and grasshopper, sex of the progeny is determined by the male organism. അതായത് ഷഡ്പദങ്ങളിലും പുൽച്ചാടിയിലും കാണുന്ന സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസമാണ് XXXO ടൈപ്പ്. ഇവിടെ ആൺ ഷഡ്പദങ്ങൾ വിപരീത ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ചില പുംബീജങ്ങളിൽ സരൂപ ക്രോമസോമുകളും ഒരു എക്സ് ക്രോമസോമും ഉണ്ടാകും. എന്നാൽ മറ്റ് ചില പുംബീജങ്ങളിൽ സരൂപ ക്രോമസോമുകൾ മാത്രമേ കാണുകയുള്ളൂ. ഇവിടെ വിപരീത ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൺ ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ ആൺ പുൽച്ചാടികളാണ് ലിംഗനിർണയം നടത്തുന്നത്. പെൺ ഷഡ്പദങ്ങളും ഇൻസെക്റ്റുകളും സമബീജ രീതി കാണിക്കുന്നു. എല്ലാ അണ്ഡങ്ങളിലും സമരൂപ ക്രോമസോമുകൾക്കൊപ്പം ഒരു എക്സ് ക്രോമസോമും കാണുന്നു. ആ താഴെ തന്നിരിക്കുന്ന ക്രോസ് ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെപ്പറ്റി പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഠിക്കാം. സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസത്തിലെ മൂന്നാമത്തെ ടൈപ്പായ ZWZZ ടൈപ്പ് എന്താണെന്ന് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഇത് കാണുന്നത് ബേർഡ്സിലാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസമാണ് ZWZZ ടൈപ്പ്. ഹിയർ മെയിൽ ഈസ് ഹോമോഗാമറ്റിക്. ഇറ്റ് പ്രൊഡ്യൂസസ് സിമിലർ ടൈപ്പ് ഓഫ് ഗാമീറ്റ്സ്, ദാറ്റ് ഈസ് ഗാമീറ്റ്സ് വിത്ത് ഓട്ടോസോംസ് ആൻഡ് Z chromosome. Females are heterogametic. They produce 2 types of gametes. Some gametes with autosomes and Z chromosome, and other gametes possess autosomes and W chromosome. This method is called ZWZZ type sex determination mechanism. So, in the case of birds, heterogametic female bird determines the sex of the progeny. ചിത്രം ശ്രദ്ധിക്കുക. ഇതുവരെ പഠിച്ച സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് ZWZZ. പക്ഷികളിൽ കാണുന്ന ഒരു സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസമാണ് ഇത്. അതായത് ഇവിടെ ആൺപക്ഷി സമാന ലിംഗതയും പെൺപക്ഷി വിപരീത ലിംഗതയും കാണിക്കുന്നു. അതായത് പെൺപക്ഷികളിൽ 2 തരം വിപരീത അണ്ഡങ്ങൾ ഉണ്ടാകുന്നു. അതായത് സരൂപ ക്രോമസോമുകൾക്കൊപ്പം Z ക്രോമസോമുള്ള അണ്ഡങ്ങളും സരൂപ ക്രോമസോമുകൾക്ക് ഒപ്പം W ക്രോമസോമുള്ള അണ്ഡങ്ങളും. ഈ പ്രതിഭാസമാണ് പെൺ വിപരീത ലിംഗത അഥവാ ഫീമെയിൽ ഹെറ്ററോഗാമറ്റി. എന്നാൽ ആൺപക്ഷികൾ സമാന ബീജരീതി ആണ് കാണിക്കുന്നത്, ഇതുവരെ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി. അതായത് ആൺപക്ഷികൾ ഒരേ തരത്തിലുള്ള പുംബീജങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സരൂപ ക്രോമസോമുകൾക്കൊപ്പം Z ക്രോമസോമാണ് എല്ലാ പുംബീജങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷികളിൽ ലിംഗനിർണയം നടത്തുന്നത് വിപരീത ലിംഗത പ്രകടിപ്പിക്കുന്ന പെൺപക്ഷികൾ തന്നെയാണ്. ഇനി ആ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ 3 തരം സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസങ്ങളും അവയിൽ ആരാണ് ഹെറ്ററോഗാമറ്റിക് എന്നും ഹോമോഗാമറ്റിക് എന്നും നമുക്ക് ഈസിയായി മനസ്സിലാക്കാം. ആദ്യത്തെ മെക്കാനിസമായ XXXY മെത്തേഡ് എടുക്കുകയാണെങ്കിൽ അവിടെ ഹെറ്ററോഗാമറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം മെയിലാണ്, ഫീമെയിൽ ഹോമോഗാമറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ പ്രോജനിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിൽ ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പായ XXXO ടൈപ്പിൽ
മെയിൽ ഹെറ്ററോഗാമറ്റിക് ആണ്, ഫീമെയിൽ ഹോമോഗാമറ്റിക് ആണ്. ഇവിടെയും മെയിൽ തന്നെയാണ് പ്രോജനിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് തികച്ചും വ്യത്യസ്തമാണ്. ZW ZZ ടൈപ്പാണ്. ഇത് കാണുന്നത് ബേർഡ്സിലാണ്. ഇവിടെ ഫീമെയിൽ ഹെറ്ററോഗാമറ്റിക് ആണ്, മെയിൽ ഹോമോഗാമറ്റിക് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ലിംഗനിർണയ രീതി. ഇവിടെ ഹെറ്ററോഗാമറ്റിക് ആണ് ആയിരിക്കുന്നത്, ഫീമെയിൽ ആണ്. അതുകൊണ്ട് തന്നെ പ്രോജനിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ, അതായത് ലിംഗത നിർണ്ണയിക്കുന്നത് ഫീമെയിൽ ഓർഗാനിസം ആണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഫോർത്ത് വൺ, ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. An interesting mechanism of sex determination found in honeybees. Here, sex determination is based on the number of haploid or diploid sets of chromosomes an individual receives. That is, if an individual receives haploid set of chromosome, it will be a male. And if an individual receives diploid set of chromosome, it will be a female. അതായത് തേനീച്ചകളിൽ ലിംഗനിർണയം നടത്തുന്നത് അവയ്ക്ക് ലഭിക്കുന്ന ക്രോമസോം ജോഡികളുടെ എണ്ണം അനുസരിച്ചാണ്. അതായത് ഹാപ്ലോയിഡ് ആണെങ്കിൽ അത് ആണും ഡിപ്ലോയിഡ് ആണെങ്കിൽ അത് പെണ്ണും ആയിരിക്കും. ടേബിൾ ശ്രദ്ധിക്കുക. എ ക്യൂൻ ബി ലേസ് 2 types of eggs. Few eggs are fertilized and few others are unfertilized. The fertilized eggs has diploid sets of chromosome and unfertilized egg surely has haploid set of chromosomes. The fertilized eggs developed into female bees. Before the death of the queen bee, it secretes a royal jelly. One of the newly hatched female bee eats it and became queen bee. The other females are called workers. On the other hand, the unfertilized egg that has a haploid set of chromosome developed into male bees, which are called drones. They are haploid. അതായത് റാണി ഈച്ച 2 തരം മുട്ടകൾ ഇടുന്നു. ബീജസങ്കലനം നടന്ന മുട്ടകളും ബീജസങ്കലനം നടക്കാത്ത മുട്ടകളും. ബീജസങ്കലനം നടന്ന മുട്ട വിരിഞ്ഞ് പെണ്ണീച്ചകൾ ഉണ്ടാകും. ക്രോമസോം നമ്പർ 32. അമ്മയായ റാണി ഈച്ച മരിക്കുന്നതിന് മുൻപായി റോയൽ ജെല്ലി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ റോയൽ ജെല്ലി ഭക്ഷിച്ച് ഈ കൂട്ടത്തിലെ ഒരു പെൺ ഈച്ച ക്യൂൻ ആയി മാറുന്നു. ബാക്കി പെണ്ണീച്ചകളെ വർക്കേഴ്സ് എന്ന് പറയുന്നു. ബീജസങ്കലനം നടക്കാത്ത അണ്ഡം വളർന്ന് ആണീച്ച അഥവാ ഡ്രോൺ അല്ലെങ്കിൽ മടിയനീച്ചയായി മാറുന്നു. ഇതിൻ്റെ ക്രോമസോം നമ്പർ 16 ഹാപ്ലോയിഡ് ആയിരിക്കും. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് വളർന്ന് ആൺ ഈച്ച ആയി മാറുന്ന പ്രതിഭാസത്തിനെ അനുഷേക ജനനം അഥവാ പാർത്തനോജനസിസ് എന്ന് പറയുന്നു. അതിനാൽ ആൺ ഈച്ചകളുടെ ക്രോമസോം നമ്പർ നേർപകുതിയായ 16 ആയിരിക്കും. കാരണം ഇവിടെ ബീജസങ്കലനം നടന്നിട്ടില്ല. അതുകൊണ്ട് ആണീച്ചകളായ ഡ്രോൺസ് സ്റ്റെറൈൽ ആയിരിക്കും, പെണ്ണീച്ചകൾ ഫെർട്ടൈലും ആയിരിക്കും. സോ ഹിയർ ദ ഫീമെയിൽ ബീസ് ആർ ഡിപ്ലോയിഡ്, ദാറ്റ് ഈസ് ക്രോമസോം നമ്പർ 32, ആൻഡ് മെയിൽ ബീസ് ആർ ഹാപ്ലോയിഡ്, ക്രോമസോം നമ്പർ 16. സോ females are fertile, males are sterile. This condition is called haplodiploid sex determination mechanism അഥവാ ഏക ദ്വിപ്ലോയിഡ് ലിംഗനിർണയ രീതി. In this system, the male produces sperms through mitosis. So, the male bees do not have father, only have mother, as they develop directly from unfertilized egg, and also cannot have sons but have grandfather and can have grandsons. ആൺ ഈച്ചകൾ ക്രമഭംഗത്തിലൂടെയാണ് പുംബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ ഇവിടെ തലമുറകളുടെ അന്തരം അച്ഛനും മകനും തമ്മിലല്ല, മുത്തച്ഛനും കൊച്ചുമകനും തമ്മിലാണ്. ഇവിടെ ആണീച്ചകൾക്ക് ഒരിക്കലും അച്ഛനുണ്ടായിരിക്കില്ല,
അവയ്ക്ക് അമ്മ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കാരണം അമ്മ ഉൽപ്പാദിപ്പിക്കുന്ന അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും പാർത്തനോജനസിസ് എന്ന പ്രതിഭാസത്തിലൂടെയാണ് മെയിൽ ബീസ് അല്ലെങ്കിൽ ആണീച്ചകൾ ജന്മമെടുക്കുന്നത്. അതുകൊണ്ട് ഇവയ്ക്ക് അച്ഛൻ ഉണ്ടായിരിക്കുകയില്ല, അമ്മ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി ടേബിൾ ശ്രദ്ധിക്കുക. ക്യൂൻ ബി ഈസ് ഡിപ്ലോയിഡ്, ക്രോമസോം നമ്പർ 32. ഇത് മിയോസിസിലൂടെ ഓവ അഥവാ എക്സിനെ ഉൽപ്പാദിപ്പിക്കുന്നു, ക്രോമസോം നമ്പർ 16 വീതം. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് വളർന്ന് ഹാപ്ലോയിഡ് മെയിൽ ബി ആയി മാറുന്നു, ക്രോമസോം നമ്പർ 16. ഈ പ്രതിഭാസമാണ് പാർത്തനോജനസിസ്. സോ പാർത്തനോജനസിസ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഓർഗാനിസം ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ്. ക്യൂൻ ബി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റുള്ള എഗ്ഗുകൾ മെയിൽ ബി അഥവാ ഡ്രോൺസ് മൈറ്റോസിസിലൂടെ ഉൽപ്പാദിപ്പിച്ച പുംബീജങ്ങളുമായി സംയോജിച്ച് സിക്താണ്ഡങ്ങൾ ഉണ്ടാകുന്നു. ഈ സിക്താണ്ഡങ്ങൾ വളർന്ന് ഡിപ്ലോയിഡ് ഫീമെയിൽ ബീസായി മാറുന്നു, ക്രോമസോം നമ്പർ 32. ഇതാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. Now we can discuss about mutations. Mutation is a sudden heritable changes in DNA sequence which results in changes in the genotype and phenotype of an organism. Mutation leads to variations in DNA. Mutation is caused by loss or gain of a segment of DNA through deletions, insertions and duplications. This leads to chromosomal aberrations. Chromosomal aberrations are usually found in cancer cells. So, the chromosomal aberrations are mainly caused by loss of a DNA segment, which is called deletions, or gain of a DNA segment, which is called insertions or duplications. DNA-യിൽ ഉണ്ടാകുന്ന ആകസ്മികമായ മാറ്റങ്ങളാണ് ഉൽപ്പരിവർത്തനങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ്. ഇത് ഒരു ജീവിയുടെ ജനിതക രൂപത്തിലും പ്രകടരൂപത്തിലും മാറ്റം ഉണ്ടാക്കുന്നു. DNA-യുടെ ഇഴയുടെ ഒരു കഷ്ണം നഷ്ടപ്പെടുകയോ പുതിയതായി ഒരു കഷ്ണം കൂടിച്ചേരുകയോ ചെയ്യുമ്പോൾ അത് ക്രോമസോമിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരം ക്രോമസോമൽ വ്യതിയാനങ്ങൾ നമ്മുടെ ക്യാൻസർ കോശങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഇനി ആ ടേബിൾ ശ്രദ്ധിക്കുക. There are two types of mutations. One is point mutation or gene mutation. Point mutation is due to change or substitution in a single base pair of DNA. The examples for point mutation are hemophilia and sickle cell anemia. The second type of mutation is frame shift mutation. It is a large scale mutation caused by deletions or insertions of few base pairs resulting in shifting of DNA sequences. This leads to defective translation process which results in the production of a defective protein. Examples for frame shift mutation are cystic fibrosis and some types of cancer. അതായത് ഉൽപ്പരിവർത്തനം രണ്ട് തരത്തിൽ കാണുന്നു. സൂക്ഷ്മ ഉൽപ്പരിവർത്തനം അഥവാ പോയിന്റ് മ്യൂട്ടേഷൻ, DNA-യുടെ ഒരു ബേസ് ജോഡിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇത്. ഉദാഹരണം ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. രണ്ടാമത്തെ മ്യൂട്ടേഷനാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇത് ഒരു ലാർജ് സ്കെയിൽ മ്യൂട്ടേഷനാണ്. DNA-യുടെ കുറച്ച് ബേസ് ജോഡികൾ ഒരുമിച്ച് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവയുടെ ക്രമീകരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിലൂടെ സംഭവിക്കുന്ന ഉൽപ്പരിവർത്തനമാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇത് ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ അപാകതയുണ്ടാക്കി പ്രോട്ടീൻ സിന്തസിസിനെ സാരമായി ബാധിക്കുന്നു. അതായത് ഉണ്ടാകുന്ന പ്രോട്ടീൻ ട്രങ്കേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിരിക്കും. ഉദാഹരണം സിസ്റ്റിക് ഫൈബ്രോസിസ് ആൻഡ് സം ടൈപ്സ് ഓഫ് ക്യാൻസർ. ഇനി മുകളിലെ ടേബിൾ ശ്രദ്ധിക്കൂ. മ്യൂട്ടാജൻസ്. Mutagens are any chemical or physical factors that can induce mutation. ഉൽപ്പരിവർത്തനകാരികൾ. ഉൽപ്പരിവർത്തനത്തിന് കാരണമാകുന്ന ഏത് രാസ ഭൗതിക ഘടകങ്ങളെയും ഉൽപ്പരിവർത്തനകാരികൾ അല്ലെങ്കിൽ മ്യൂട്ടാജൻസ് എന്ന് പറയാം. There are two types of mutagens. Physical mutagens which include
ultraviolet rays, alpha, beta, gamma rays and X-rays. Second one is chemical mutagens, which are chemicals, example mustard gas, formaldehyde, etc. There are some biological mutagens also, which will be discussed in another chapter. നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ള ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് അഥവാ ജനിതക വൈകല്യങ്ങൾ. Genetic disorders are disorders due to changes in genes or chromosomes. A number of genetic disorders in human beings have been found to be associated with mutations. Broadly, genetic disorders may be grouped into two categories: Mendelian disorders and chromosomal disorders. ജീനുകളിലും ക്രോമസോമുകളിലും ഉണ്ടാകുന്ന മാറ്റം മൂലം സംജാതമാകുന്ന വൈകല്യങ്ങളാണ് ജനിതക വൈകല്യങ്ങൾ. മനുഷ്യരിൽ ഉണ്ടാകുന്ന ജനിതക വൈകല്യങ്ങൾക്കുള്ള പ്രധാന കാരണം പലതരത്തിലുള്ള ഉൽപ്പരിവർത്തനങ്ങൾ ആണ്. ജനിതക വൈകല്യങ്ങളെ പ്രധാനമായി രണ്ട് കാറ്റഗറികളായി തിരിക്കാം: മെൻഡേലിയൻ വൈകല്യങ്ങളും ക്രോമസോമുകളുടെ വൈകല്യങ്ങളും. ആ ടേബിൾ ശ്രദ്ധിക്കുക. Genetic disorders are broadly classified into two categories: Mendelian disorders and chromosomal disorders. Mendelian disorders include hemophilia, color blindness, sickle cell anemia, phenylketonuria, thalassemia, and cystic fibrosis. Chromosomal disorders include Down syndrome, Klinefelter syndrome and Turner syndrome. ഇതിനെക്കുറിച്ച് നമുക്കിനി വിശദമായി പഠിക്കാം. ജനിതക വൈകല്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപായി അതിൻ്റെ അനാലിസിസിനായി നമ്മൾ പഠിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് പെഡിഗ്രി അനാലിസിസ് അഥവാ വംശാവലി അപഗ്രഥനം. പെഡിഗ്രി അനാലിസിസ് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ ജനിതക വൈകല്യങ്ങളെക്കുറിച്ച് അവയുടെ ഇൻഹെറിറ്റൻസ് പാറ്റേൺസിനെ കുറിച്ചും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് പെഡിഗ്രി അനാലിസിസ് എന്ന് നമുക്ക് പഠിക്കാം. പെഡിഗ്രി അനാലിസിസ്: അനലൈസിംഗ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓഫ് ട്രെയ്റ്റ്സ് ഇൻ ഹ്യൂമൻ ബീയിങ് ആർ യൂഷ്വലി ഇംപോസിബിൾ ബിക്കോസ് അൺലൈക്ക് ആനിമൽസ് ഇൻ ഹ്യൂമൻസ് the controlled crosses are not possible. The only alternative for this is the study of family history about the inheritance of a particular trait. Such an analysis of traits of many generations of a family is called pedigree analysis. അതായത് മനുഷ്യരുടെ പാരമ്പര്യ സ്വഭാവങ്ങളുടെ വ്യാപരണ രീതി ഒരു നിയന്ത്രിത വർഗസങ്കലനത്തിലൂടെ പഠിക്കുക എന്നത് അസാധ്യമാണ്. ഇതിന് മറ്റൊരു മാർഗമാണ് ഉപയോഗിക്കുന്നത്. ആ മാർഗമാണ് വംശാവലി അപഗ്രഥനം. കുടുംബചരിത്രം ഡീറ്റെയിൽഡായി വിശകലനം ചെയ്ത് ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ പാരമ്പര്യ വ്യാപരണത്തിനെ മനസ്സിലാക്കുന്ന ഈ രീതിയാണ് വംശാവലി അപഗ്രഥനം അഥവാ പെഡിഗ്രി അനാലിസിസ്. The graphical representation or chart showing family history is called a family tree or pedigree. കുടുംബചരിത്രം വ്യക്തമാക്കുന്ന കുടുംബ വൃക്ഷത്തിലെ തലമുറകളുടെ ചിത്രീകരണമാണ് പെഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The uses of pedigree: 1. To trace the inheritance of a specific trait or abnormality or a disease. 2. The pedigree analysis helps to understand whether the trait is dominant or recessive. ഇനി ആ ലെഫ്റ്റ് സൈഡിലെ സിംബൽ ശ്രദ്ധിക്കുക. ഒരു പെഡിഗ്രി അനാലിസിസിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സിംബൽസ് അവിടെ കാണിച്ചിരിക്കുന്നു. ഫസ്റ്റ് സിംബൽ മെയിൽ ഓർഗാനിസത്തിനെ സൂചിപ്പിക്കുന്നു. സെക്കൻഡ് സിംബൽ ഫീമെയിൽ ഓർഗാനിസത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. തേർഡ് സിംബൽ
ഇൻ്റർസെക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. ഇനി അടുത്ത റോ ശ്രദ്ധിക്കൂ. അവിടെ റെക്റ്റാങ്കിൾ റെഡായി ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ജനറ്റിക് ഡിസോർഡറിനാൽ അഫക്റ്റ് ആയ മെയിലിനെയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന റെഡ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ജനറ്റിക് ഡിസോർഡറിനാൽ അഫക്റ്റ് ചെയ്ത ഫീമെയിലാണ്. അതുപോലെ നെക്സ്റ്റ് സിമ്പിൾ അഫക്റ്റഡ് ഓർഗാനിസം ബട്ട് സെക്സ് ഈസ് അൺസ്പെസിഫൈഡ് എന്നാണ്. ഇനി അടുത്തത് റെക്റ്റാങ്കിളിനും സർക്കിളിനും ഇടയിൽ ഒരു സിംഗിൾ ലൈൻ. ഇത് നോർമൽ മേറ്റിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, നോർമൽ മാരിയേജ്. അടുത്തതായി റെക്റ്റാങ്കിളിനും സർക്കിളിനും ഇടയിലായി 2 ലൈൻ നിങ്ങൾക്ക് കാണാം. ഇത് മേറ്റിംഗ് ബിറ്റ്വീൻ ക്ലോസ് റിലേറ്റീവ് ഓർ മാരിയേജ് ബിറ്റ്വീൻ ക്ലോസ് റിലേറ്റീവ്സ്. ഇതിനെ കോൺസാൻഗ്വീനിയസ് മേറ്റിംഗ് എന്ന് പറയുന്നു. അടുത്ത റെപ്രസെൻറ്റേഷൻ ശ്രദ്ധിക്കൂ. പാരൻസ് ആർ എബോവ് ആൻഡ് ചിൽഡ്രൻസ് ആർ ബിലോ. എ നോർമൽ മേറ്റിംഗ് ഓർ നോർമൽ മാരേജ് ബിറ്റ്വീൻ 2 couples. They have 2 children. First child is female, second child is male. അടുത്ത സിമ്പിൾ ശ്രദ്ധിക്കൂ. വിച്ച് ഈസ് ഓൾസോ എ നോർമൽ മേറ്റിംഗ് ബിറ്റ്വീൻ എ നോർമൽ ഫീമെയിൽ ആൻഡ് നോർമൽ മെയിൽ. They have a single child which is male who is affected by genetic disorder. That is why it is shaded as red. Last symbol represent 5 unaffected offsprings. ഈ സിമ്പിൾസ് എല്ലാം വ്യക്തമായി മനസ്സിലാക്കി പഠിച്ച് വയ്ക്കുക. The Mendelian disorders. It is caused by alterations or mutation in a single gene. The pattern of inheritance of Mendelian disorders can be traced through pedigree analysis. Mendelian disorders may be dominant or recessive, which is also analyzed through pedigree analysis. The trait or the disorder may either linked to the sex chromosome, which is called X-linked or sex-linked trait, or may linked to autosomes, which is called autosome-linked traits. മെൻഡേലിയൻ വൈകല്യങ്ങൾക്ക് പ്രധാന കാരണം ഉൽപ്പരിവർത്തനങ്ങൾ ആണ്. പെഡിഗ്രി അനാലിസിസിലൂടെ മെൻഡേലിയൻ വൈകല്യങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണം മനസ്സിലാക്കാം. മാത്രമല്ല പെഡിഗ്രി അനാലിസിസിലൂടെ തന്നെ ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് പ്രകടമാണോ അതോ ഗുപ്തമാണോ എന്നും പരിശോധിക്കാം. മാത്രമല്ല ഈ വൈകല്യങ്ങൾക്ക് കാരണമായ ജീനുകൾ എക്സ് ലിങ്ക്ഡ് ആണോ അഥവാ ഓട്ടോസോം ലിങ്ക്ഡ് ആണോ എന്നും നമുക്ക് പരിശോധിക്കാം. ടേബിൾ ശ്രദ്ധിക്കുക. അവിടെ പ്രധാനപ്പെട്ട മെൻഡേലിയൻ ഡിസോർഡേഴ്സും അവയുടെ ജനിതക ട്രെയ്റ്റുകളും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. 1. ഹീമോഫീലിയ. ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് ഓർ എക്സ് ലിങ്ക്ഡ് റിസസീവ് ട്രെയ്റ്റ്. കളർ ബ്ലൈൻഡ്നെസ്. ഇറ്റ് ഈസ് ഓൾസോ സെക്സ് ലിങ്ക്ഡ് ഓർ എക്സ് ലിങ്ക്ഡ് റിസസീവ് ട്രെയ്റ്റ്. ഇനി പറഞ്ഞിരിക്കുന്ന 4 മെൻഡേലിയൻ ഡിസോർഡേഴ്സായ സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോൺയൂറിയ, തലസീമിയ ആൻഡ് സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇവ 4 ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ട്രെയ്റ്റുകളാണ്. മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്ന അടുത്ത മെൻഡേലിയൻ ഡിസോർഡർ ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനൻ്റ് ട്രെയ്റ്റ് ആണ്. ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സും അവയുടെ ജനറ്റിക് ട്രെയ്റ്റുകളും വ്യക്തമായി പഠിച്ച് വയ്ക്കുക. എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ മെൻഡേലിയൻ ഡിസോർഡറായ ഹീമോഫീലിയ അഥവാ റോയൽ ഡിസീസ് അഥവാ ബ്ലീഡേഴ്സ് ഡിസീസ് എന്താണെന്ന് നമുക്കിനി പഠിക്കാം. ട്രെയ്റ്റ്. ഹീമോഫീലിയ ഈസ് സെക്സ് ലിങ്ക്ഡ് ഓർ എക്സ് ലിങ്ക്ഡ് ഓർ അല്ലോസോമൽ റിസസീവ് ട്രെയ്റ്റ്. അതായത് ലിംഗ ക്രോമസോമുകളായ എക്സ് ക്രോമസോമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗുപ്ത ജീനുകൾ ഉണ്ടാക്കുന്ന ജനിതക വൈകല്യമാണ് ഹീമോഫീലിയ. സിംറ്റംസ്. എ സിമ്പിൾ കട്ട് റിസൾട്ട്സ് ഇൻ നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഡ്യൂ ടു ദ ഡിലേയ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ്.
സോ ദിസ് ഡിസോർഡർ ഈസ് കോൾഡ് ബ്ലീഡേഴ്സ് ഡിസീസ്. ഒരു ചെറിയ മുറിവ് ഉണ്ടായാൽ മതി, അതിലൂടെ തുടർച്ചയായി രക്തം വാർന്ന് നഷ്ടപ്പെട്ട് പോകുന്ന ഒരു ജനിതക വൈകല്യമാണ് ഹീമോഫീലിയ. ഇതിന് കാരണം രക്തം കട്ടപിടിക്കുന്നതിലെ താമസമാണ്. അതിനാൽ ഈ വൈകല്യത്തിനെ ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് പറയുന്നു. ജീനോം അനാലിസിസ്. The disease is controlled by 2 alleles which are linked to sex chromosomes or X chromosomes. Capital H and small h are the alleles. Capital H is an X-linked normal allele. Small h is X-linked recessive allele. The small h, which is the sex-linked recessive allele, is responsible for hemophilia. ക്യാപിറ്റൽ എച്ച്, സ്മോൾ എച്ച് എന്നീ അലീലുകൾ എക്സ് ക്രോമസോമിൽ ലിങ്ക് ചെയ്തിരിക്കുന്നു. ഈ 2 അലീലുകളാണ് ഹീമോഫീലിയയെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ എക്സ് ക്രോമസോം ലിങ്ക്ഡായ ക്യാപിറ്റൽ എച്ച് ഡോമിനൻ്റ് നോർമൽ അലീലും എക്സ് ക്രോമസോം ലിങ്ക്ഡായ സ്മോൾ എച്ച് റിസസീവ് അലീലും ആണ്. മ്യൂട്ടേറ്റഡ് എക്സ് ക്രോമസോമിലെ റിസസീവ് അലീലായ സ്മോൾ എച്ച് ആണ് ഹീമോഫീലിയ ഉണ്ടാക്കുന്നത്. റീസൺ: എ പ്രോട്ടീൻ കോൾഡ് കൊയാഗുലേഷൻ ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ ദ ബ്ലഡ് ക്ലോട്ടിംഗ് കാസ്കേഡ് ഈസ് അഫക്റ്റഡ് ഡ്യൂ ടു ദ പോയിന്റ് മ്യൂട്ടേഷൻ ഓൺ എക്സ് ക്രോമസോം. അതായത് പോയിന്റ് മ്യൂട്ടേഷൻ കാരണം എക്സ് ക്രോമസോമിലെ ഡിഫക്റ്റീവ് അലീലായ സ്മോൾ എച്ച് ബ്ലഡ് ക്ലോട്ടിംഗ് കാസ്കേഡിലെ ഒരു പ്രധാന പ്രോട്ടീനായ കൊയാഗുലേഷൻ ഫാക്ടറിൻ്റെ നിർമ്മാണത്തെ തടയുന്നു. ഇതാണ് ഹീമോഫീലിയയ്ക്ക് കാരണം. ഇനി ആ ടേബിൾ ശ്രദ്ധിക്കുക. 2 തരം ഹീമോഫീലിയ ആണ് പൊതുവെ കാണുന്നത്: ഹീമോഫീലിയ എ ആൻഡ് ഹീമോഫീലിയ ബി. ഹീമോഫീലിയ എ ടൈപ്പിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് കൊയാഗുലേഷൻ ഫാക്ടർ 8 ആണ്. ഇതിനെ ആൻറ്റി ഹീമോഫീലിക് ഫാക്ടർ അഥവാ AHF എന്ന് പറയുന്നു. ഇനി ഹീമോഫീലിയ ടൈപ്പ് ബിയുടെ കാര്യമെടുത്താൽ ഇവിടെ ഡെഫിഷ്യൻ്റായ പ്രോട്ടീൻ എന്ന് പറയുന്നത് കൊയാഗുലേഷൻ ഫാക്ടർ 9 ആണ്. ഇതിനെ ക്രിസ്മസ് ഫാക്ടർ എന്ന് പറയുന്നു. താഴെ തന്നിരിക്കുന്ന ടേബിൾ ശ്രദ്ധിക്കുക. അവിടെ ഹീമോഫീലിയയുടെ ഫീനോടൈപ്പും ജീനോടൈപ്പും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ആദ്യമായി നോർമൽ ഫീമെയിൽ വിത്തൗട്ട് ഹീമോഫീലിയ. ജീനോടൈപ്പ് ഈസ് 44AA+, എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് ക്യാപിറ്റൽ എച്ച്. അതായത് ഇവിടുത്തെ സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള അലീലുകൾ 2ഉം നോൺ ഹീമോഫീലിക്ക് ക്യാപിറ്റൽ എച്ച് ഡോമിനൻ്റ് അലീലുകളാണ്. ഇനി കാരിയർ ഫീമെയിലിൻ്റെ കാര്യമെടുക്കാം. ഇത് ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. 44AA+, എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് സ്മോൾ എച്ച്. ഇവിടെ നോൺ ഹീമോഫീലിക് ഡോമിനൻ്റ് അലീലായ ക്യാപിറ്റൽ എച്ച് ഒരു എക്സ് ക്രോമസോമിലും ഹീമോഫീലിക് റിസസീവ് അലീലായ സ്മോൾ എച്ച് 2ാമത്തെ എക്സ് ക്രോമസോമിലും ലിങ്ക്ഡായി കാണുന്നു. ഇത് ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. ഇത്തരം ഫീമെയിൽസ് രോഗവാഹികളായിരിക്കും, കാരിയർ ആയിരിക്കും. 3ാമത്തത് ഹീമോഫീലിക് ഫീമെയിൽ ഓർ ഇൻഫെക്റ്റഡ് ഫീമെയിൽ. ഇവരുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് 44AA+, എക്സ് സ്മോൾ എച്ച്, എക്സ് സ്മോൾ എച്ച് ആയിരിക്കും. അതായത് 2 എക്സ് ക്രോമസോമുകളിലും ലിങ്ക് ചെയ്തിരിക്കുന്നത് ഹീമോഫീലിക് അലീലുകളായ റിസസീവ് അലീലായ സ്മോൾ എച്ച് ആയിരിക്കും. 4ാമത്തെ കണ്ടീഷൻ നോർമൽ മെയിൽ, ജീനോടൈപ്പ് 44AA+, XHY. ഇവിടെ ഓർക്കേണ്ട കാര്യം മെയിലിൽ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ എക്സ് ക്രോമസോമിൽ നോൺ ഹീമോഫീലിക് ഡോമിനൻ്റ് അലീലായ ക്യാപിറ്റൽ എച്ച് കാണുന്നു. അതുകൊണ്ട് ഈ മെയിൽ നോർമലായിരിക്കും, നോൺ ഹീമോഫീലിക് ആണ്. അടുത്തതായി ഹീമോഫീലിക് മെയിൽ ഓർ ഇൻഫെക്റ്റഡ് മെയിൽ. ഇവിടെ 44 ഓട്ടോസോമും എക്സ് സ്മോൾ എച്ച് വൈ. മെയിലിൽ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. ആ എക്സ് ക്രോമസോമിൽ ഹീമോഫീലിക് റിസസീവ് അലീലായ സ്മോൾ എച്ച് ലിങ്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തി ഹീമോഫീലിക് ആണ്. ഈ തന്നിരിക്കുന്ന ജീനോടൈപ്പുകൾ എല്ലാം വ്യക്തമായി
പഠിച്ചു വയ്ക്കുക. ഇത് പഠിച്ചിരുന്നാൽ നമുക്ക് ഹീമോഫീലിയയുമായി ബന്ധപ്പെട്ട എന്ത് ക്രോസുകളുടെയും ഉത്തരം വളരെ ഈസിയായി കണ്ടെത്താൻ സാധിക്കും. ഇനി ഹീമോഫീലിയയിൽ നോട്ട് ചെയ്യേണ്ട ചില പ്രത്യേക പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഹെട്രോസൈഗസ് ഫീമെയിൽ ഈസ് കാരിയർ because she can transmit the disease to her son. In females, hemophilia is very rare because it happens only when her mother is at least a carrier and her father is hemophilic. Usually, such hemophilic males are unviable in the later stage of life. So, hemophilic females are usually very, very rare. വിപരീത ജീനുകൾ ഉള്ള ഒരു സ്ത്രീ രോഗവാഹി അഥവാ കാരിയറാണ്. ഇവർ രോഗി അല്ല, രോഗലക്ഷണമൊന്നും കാണിക്കുന്നില്ല. എന്നാൽ ഈ സ്ത്രീക്ക് ഈ രോഗത്തിന് കാരണമാകുന്ന റിസസീവ് അലീലായ സ്മോൾ എച്ച് അലീലിനെ അവരുടെ ആൺകുഞ്ഞിലേക്ക് കൈമാറ്റാൻ സാധിക്കും. ഇത് വ്യക്തമാക്കുന്ന ക്രോസ് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. മാത്രമല്ല, സ്ത്രീകൾക്ക് ഹീമോഫീലിയ വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഒരു സ്ത്രീ ഹീമോഫീലിക്ക് ആകണമെങ്കിൽ അവരുടെ അമ്മ ഹീമോഫീലിയ രോഗിയോ അല്ലെങ്കിൽ വാഹകയോ ആകണം. മാത്രമല്ല, അവരുടെ അച്ഛൻ ഹീമോഫീലിയ രോഗിയും ആയിരിക്കണം. ഇത്തരം ഹീമോഫീലിയ രോഗിയായ പുരുഷന്മാർ അധികകാലം ജീവിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഹീമോഫീലിക്കായ സ്ത്രീകൾ ഉണ്ടാകുന്നത് വളരെ വളരെ വിരളമാണ്. ക്വീൻ വിക്ടോറിയ വാസ് എ കാരിയർ ഓഫ് ഹീമോഫീലിയ. സോ ഹെർ ഫാമിലി പെഡിഗ്രി ഷോസ് മെനി ഹീമോഫിലിക് ഡിസെൻഡൻസ്. So this disease is called royal disease. വിക്ടോറിയ രാജ്ഞിയുടെ പെഡിഗ്രി അനാലിസിസിൽ അവർ രോഗത്തിൻ്റെ വാഹകയായിരുന്നു. അവരുടെ കുടുംബത്തിൽ ധാരാളം ഹീമോഫീലിയ പിൻതലമുറക്കാർ ഉണ്ടായിരുന്നു എന്നും പെഡിഗ്രി അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിനാൽ ഈ രോഗത്തിനെ റോയൽ ഡിസീസ് അഥവാ രാജകീയ രോഗം എന്ന് പറയുന്നു. ഇനി നമുക്ക് ഹീമോഫീലിയയുമായി ബന്ധപ്പെട്ട ഒരു ക്രോസ് പരിശോധിക്കാം. ഈ ക്രോസിൻ്റെ സഹായത്താൽ ഇത് എന്ത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് നടന്നിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ ഇതിൻ്റെ പെഡിഗ്രി അനാലിസിസും പഠിക്കാം. ഇനി നമുക്ക് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓഫ് ഹീമോഫീലിയ പരിശോധിക്കാം. ഇതിനെ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. കാരണം ഹീമോഫീലിയയ്ക്ക് കാരണമായ റിസസീവ് അലീലായ സ്മോൾ എച്ച് അച്ഛനിൽ നിന്നും മകളിലൂടെ ഗ്രാൻഡ് സണിലേക്ക് പോകുന്നു. അതായത് കാരിയറായ സ്ത്രീക്ക് അവരുടെ രോഗിയായ അച്ഛനിൽ നിന്നും ലഭിച്ച സ്മോൾ എച്ച് അലീലിനെ അവർ തൻ്റെ ഒരു ആൺകുട്ടിയിലേക്ക് കൈമാറുന്നു. അങ്ങനെ ആ ആൺകുട്ടി ഹീമോഫീലിക്കാകുന്നു. ക്രോസ് എങ്ങനെയെന്ന് നോക്കാം. ആ ലെഫ്റ്റ് സൈഡിലെ ക്രോസ് ശ്രദ്ധിക്കുക. മദർ ഈസ് നോർമൽ ബട്ട് ഫാദർ ഈസ് ഹീമോഫീലിക്. സോ ഹിയർ മദർ പ്രൊഡ്യൂസ് നോർമൽ ഗമീറ്റ്സ് വിത്ത് എക്സ് ലിങ്ക്ഡ് ക്യാപിറ്റൽ എച്ച് ഡോമിനൻ്റ് അലീൽ, whereas father produce normal gametes and abnormal gametes. Normal gamete is gamete with a Y chromosome and abnormal gamete is the gamete carrying recessive allele small h linked X chromosome, which is the defective X chromosome. If the male gamete with a defective X chromosome fused with a normal female gamete, the progeny will be a carrier female with a 2X chromosome, one with a dominant allele capital H and one with a small h, which is the recessive allele. She is a carrier to the disease. If she married to a normal male without a recessive allele in X chromosome, they can have 4 possible children. A normal female
child or a carrier female child or a normal male child or a hemophilic male child. ആ ക്രോസ് ശ്രദ്ധിക്കുക. ഗ്യാമേറ്റുകളുടെ ഫ്യൂഷൻ മനസ്സിലാക്കുക. ഓരോ ഗ്യാമേറ്റിൻ്റെയും ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനും മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഗ്രാൻഡ് ഫാദറിൽ നിന്നും രോഗകാരിയായ റിസസീവ് അലീൽ അദ്ദേഹത്തിൻ്റെ കാരിയറായ മകളിലൂടെ ഗ്രാൻഡ് സണ്ണിൽ എത്തിയിരിക്കുന്നു. ഇതിനെയാണ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതേ ക്രോസിൻ്റെ പെഡിഗ്രി റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. സിംബൽസ് ശ്രദ്ധിക്കുക. പാർഷ്യലി ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് കാരിയറാണ്. ഫുള്ളി ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്. ഷെയ്ഡ് ചെയ്യാത്തത് നോർമൽ ഇൻഡിവിജ്വൽസും ആണ്. അടുത്ത മെൻഡേലിയൻ ഡിസോർഡറാണ് കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധത. കളർ ബ്ലൈൻഡ്നെസ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് ഓർ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. The reasons for color blindness are 1. Due to the defect in either red or green cone cells in our eye, which results in failure to distinguish between red and green color. ആ ടേബിൾ ശ്രദ്ധിക്കുക. Based on the defective cone, there are two types of color blindness. Protanopia, which is the red color blindness. Here the defective cone is red, so the defective color is red. Second one is deuteranopia, which is green color blindness. The defective cone cells are green, so the defective color is green. This is due to mutation in some genes in X chromosome. അതായത് കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധത എന്ന് പറയുന്ന ജനിതക വൈകല്യത്തിന് കാരണം കണ്ണിലെ ചുവപ്പ് പച്ച കോൺകോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിഫക്റ്റാണ്. അതിനാൽ ഇത്തരം വ്യക്തികൾക്ക് ചുവപ്പ് പച്ച നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകുന്നു. രണ്ട് തരം വർണ്ണാന്ധതയാണുള്ളത്. പ്രോട്ടണോപ്പിയ എന്ന് പറയുന്ന ഡിഫക്റ്റീവ് റെഡ് കോൺസ് ഉണ്ടാകുന്ന റെഡ് കളർ ബ്ലൈൻഡ്നെസ്സും ഡ്യൂട്രനോപ്പിയ എന്ന് പറയുന്ന ഡിഫക്റ്റീവ് ഗ്രീൻ കോൺ സെൽസുകൾ ഉണ്ടാകുന്ന ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ്സും. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എക്സ് ക്രോമസോമിലെ ചില ജീനുകൾക്ക് സംഭവിക്കുന്ന ഉൽപ്പരിവർത്തനങ്ങളാണ്. ഇനി നമുക്ക് കളർ ബ്ലൈൻഡ്നെസ്സിനെ നിയന്ത്രിക്കുന്ന ജീനുകളെ പറ്റി പഠിക്കാം. നോർമൽ അലീൽ ഈസ് ഡോമിനൻ്റ്, which is represented as a plus. Recessive allele is a small c that causes color blindness. Plus and c alleles are present in X chromosome, so color blindness is a sex-linked inheritance. As it is X-linked, the frequency of color blindness in male is 8% and that of female is 0.4%. Like hemophilia, color blindness is very rare among females. A female will be color blind, that is XE condition, only when her mother is at least a carrier, that is X plus XE, and her father is color blind, XEY. അതായത് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുന്നത് എക്സ് ലിങ്ക്ഡ് റിസസീവ് അലീലായ സ്മോൾ സി ആണ്. ഹീമോഫീലിയ പോലെ തന്നെ ഇത് സ്ത്രീകളിൽ വളരെ വിരളമാണ്. കാരണം ഒരു സ്ത്രീ കളർ ബ്ലൈൻഡ് ആകണമെങ്കിൽ ഒന്നുകിൽ അവരുടെ അമ്മ കളർ ബ്ലൈൻഡോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെട്രോസൈഗസ് കാരിയറോ ആയിരിക്കണം. കൂടാതെ അവരുടെ പിതാവ് കളർ ബ്ലൈൻഡും ആയിരിക്കണം. ഇങ്ങനെ ഉള്ള കണ്ടീഷൻസ് വന്നാൽ മാത്രമേ ഒരു സ്ത്രീ കളർ ബ്ലൈൻഡ് ആകുന്നുള്ളൂ. എ ഹെട്രോസൈഗസ് വുമൺ ഓർ കാരിയർ വുമൺ വിത്ത് X plus XE
alleles has 50% chance of having a colorblind son. അതായത് അമ്മ ഹെട്രോസൈഗസ് കാരിയർ ആണെങ്കിൽ ആൺകുട്ടികളിൽ 50% കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആ ടേബിൾ ശ്രദ്ധിക്കുക. അവിടെ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഫീനോടൈപ്പും അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. നോർമൽ മെയിൽ 44 ഓട്ടോസോംസ് പ്ലസ് എക്സ് പ്ലസ് വൈ ആണ്. കളർ ബ്ലൈൻഡ് മെയിൽ 44 ഓട്ടോസോംസ് പ്ലസ് എക്സ് സി വൈ. ഫ്രീക്വൻസി 8%. നോർമൽ ഫീമെയിൽ 44 AA പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ്. കാരിയർ ഫീമെയിൽ ബട്ട് വിത്ത് നോർമൽ വിഷൻ 44 AA പ്ലസ് എക്സ് പ്ലസ് എക്സ് സി. കളർ ബ്ലൈൻഡ് ഫീമെയിൽ 44 AA പ്ലസ് എക്സ് സി എക്സ് സി. ഫ്രീക്വൻസി ഈസ് 0.4%. ഈ ടേബിൾ കാണാതെ പഠിച്ചിരിക്കുക. ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാമെങ്കിൽ നമുക്ക് കളർ ബ്ലൈൻഡ്നെസ്സുമായി ബന്ധപ്പെട്ട ഏത് പ്രോബ്ലംസും ഈസിയായി ചെയ്യാൻ സാധിക്കും. ഇനി ആ ക്രോസ് കാണുക. അവിടെ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ വിശദീകരിച്ചിരിക്കുന്നു. ഒരു കാരിയർ മദർ വിത്ത് അലീൽസ് എക്സ് പ്ലസ് എക്സ് സി ആൻഡ് കളർ ബ്ലൈൻഡ് ഫാദർ വിത്ത് അലീൽ എക്സ് സി വൈ. ഇനി ആ ക്രോസ് ശ്രദ്ധിക്കുക. ഇവർക്ക് ഉണ്ടാകുന്ന പ്രോജനീസിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 25% നോർമൽ കാരിയർ ഫീമെയിൽ ചൈൽഡിനും 25% നോർമൽ മെയിൽ ചൈൽഡിനും 25% കളർ ബ്ലൈൻഡ് ഫീമെയിൽ ചൈൽഡിനും 25% കളർ ബ്ലൈൻഡ് മെയിൽ ചൈൽഡിനും സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ റെയർ കണ്ടീഷനായ കളർ ബ്ലൈൻഡ് ഫീമെയിൽ ഉണ്ടാകുന്നതിന് സാധ്യമായ ഒരു ക്രോസ് കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ പെഡിഗ്രി കാണുക. നമ്മൾ ഈ പറഞ്ഞ അതേ ക്രോസിൻ്റെ പെഡിഗ്രിയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേണിന് ഒരു ഉദാഹരണം. ഇനി മൂന്നാമത്തെ മെൻഡേലിയൻ ഡിസോർഡറായ സിക്കിൾ സെൽ അനീമിയ എന്താണെന്ന് പഠിക്കാം. ഇതിനെ മലയാളത്തിൽ അരിവാൾ രോഗം എന്ന് പറയുന്നു. സിക്കിൾ സെൽ അനീമിയ ഈസ് ആൻ ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ട്രൈറ്റ് ഓർ ഡിസീസ്. The disease is controlled by a pair of allele HBA and HBS. Here HBA is normal allele and HBS is the abnormal allele which is produced by point mutation. നമ്മൾ നേരത്തെ പഠിച്ചതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഇനി ആ ടേബിൾ ശ്രദ്ധിക്കൂ. സിക്കിൾ സെൽ അനീമിയയുടെ ഫീനോടൈപ്സും അവയെ കൺട്രോൾ ചെയ്യുന്ന അലീലുകളും അവിടെ കൊടുത്തിരിക്കുന്നു. നോർമൽ RBC, HBA, HBA. Carrier or unaffected RBC, alleles HBA, HBS, heterozygous condition. Affected RBC, HBS, HBS, which is homozygous double recessive condition. Reason: point mutation, that is a single base pair substitution at the 6th codon of beta globin gene. As a result of point mutation and single base pair substitution, the 6th codon of beta globin gene changed from GAG to GUG. This is the reason for sickle cell anemia. As a result of this single base pair substitution or point mutation, glutamic acid is replaced by valine at the 6th position of the beta globin chain of the hemoglobin and makes it abnormal hemoglobin. അതായത് ബീറ്റ ഗ്ലോബിൻ ജീനിൻ്റെ 6th കോഡോൺ പൊസിഷനിൽ നടക്കുന്ന സിംഗിൾ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ സംഭവിക്കുന്ന പോയിന്റ് മ്യൂട്ടേഷൻ കാരണമാണ് ഈ ഡിസോർഡർ ഉണ്ടാകുന്നത്. ഈ സിംഗിൾ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ബീറ്റ ഗ്ലോബിൻ ജീനിൻ്റെ 6th കോഡോണായ GAG GUG ആയി മാറുന്നു. ഇങ്ങനെ നോർമൽ ഹീമോഗ്ലോബിൻ്റെ
ബീറ്റ ഗ്ലോബിൻ ചെയിനിലെ 6th അമിനോ ആസിഡായ ഗ്ലൂട്ടാമിക് ആസിഡ് മാറി ആ പ്ലേസിൽ വാലൈൻ വരുന്നു. ഇങ്ങനെയാണ് നോർമൽ ഹീമോഗ്ലോബിൻ ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിൻ ആയി മാറുന്നത്. ദിസ് അബ്നോർമൽ ആൻഡ് മ്യൂട്ടൻ്റ് ഹീമോഗ്ലോബിൻ polymerizes under low oxygen tension and leads to the formation of sickle-shaped RBC from the normal biconvex shape. അതായത് ഇങ്ങനെ മ്യൂട്ടൻ്റായ അല്ലെങ്കിൽ ഡിഫക്റ്റീവായ ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി 1/4 കുറയുന്നു. ഇങ്ങനെ ലോ ഓക്സിജൻ ടെൻഷനിൽ അബ്നോർമൽ ഹീമോഗ്ലോബിൻ പോളിമറൈസേഷനിലൂടെ സിക്കിൾ ഷേപ്ഡ് RBC ഉണ്ടാക്കുന്നു. ഒരു അബ്നോർമൽ ഹീമോഗ്ലോബിന് 1 മോളിക്യൂൾ ഓക്സിജനെ മാത്രമേ വഹിക്കാനുള്ള കഴിവുള്ളൂ. അതിനാൽ സിവിയർ അനീമിയ ഉണ്ടാകുന്നു. ആ ചിത്രം ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. ആ 6th പൊസിഷനിലെ പോയിന്റ് മ്യൂട്ടേഷൻ, ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കുക. മാത്രമല്ല ഹീമോഗ്ലോബിൻ പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ 6th അമിനോ ആസിഡിൽ വന്ന മാറ്റം ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അതായത് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന നോർമൽ കണ്ടീഷനിൽ നിന്നും വാലൈൻ എന്ന അബ്നോർമൽ കണ്ടീഷനിലേക്ക് പോയിരിക്കുന്നു. ഇത് എക്സാമിനേഷന് ചോദിക്കും. വളരെ ശ്രദ്ധയോടുകൂടി ആ ചിത്രം നിരീക്ഷിച്ച് അവിടെ സംഭവിച്ചിരിക്കുന്ന സിംഗിൾ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷനും അമിനോ ആസിഡിൻ്റെ ചേഞ്ചും മനസ്സിലാക്കുക. ഇനി നമുക്ക് സിക്കിൾ സെൽ അനീമിയയുടെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ശ്രദ്ധിക്കാം. സിക്കിൾ സെൽ അനീമിയ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻസ് ടു ദ ഓഫ്സ്പ്രിങ്സ് വെൻ ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ കാരിയർ ഓർ ഹെട്രോസൈഗസ് ഫോർ ദ ജീൻ, ദാറ്റ് ഈസ് HbA HbS. ഇനി ആ ക്രോസ് ശ്രദ്ധിക്കുക. ഹിയർ ബോത്ത് പാരൻസ് ആർ ഹെട്രോസൈഗസ്, മീൻസ് ദേ ആർ കാരിയേഴ്സ്. ദേ ക്യാരി abnormal hemophilia allele S along with the normal allele A. Check the formation of gametes in each cases. As sickle cell anemia is an autosome linked recessive disease, there is no need to mention whether the child is male or female. In this case, there is 25% of children having normal RBC, 50% of children having carrier RBC or heterozygous RBC with one normal allele and one abnormal allele. 25% of children having abnormal or affected RBC with HbS double recessive homozygous condition. So sickle cell anemia is caused by the incorrectly functioning abnormal globin chain. So it is a qualitative trait. ഇനി ഈ പെഡിഗ്രി അനാലിസിസ് കൂടെ കാണുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പെഡിഗ്രി അനാലിസിസ് ആണ് സിക്കിൾ സെൽ അനീമിയയുടെ. അത് ശ്രദ്ധയോടുകൂടി നോക്കി മനസ്സിലാക്കുക. 4ാമത്തെ ഡിസോർഡറായ തലസീമിയ. തലസീമിയ ഈസ് എൻ ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ബ്ലഡ് ഡിസോർഡർ. The recessive allele is represented by small t. So the thalassaemic autosomal genes are AT or ATA, where T is the recessive allele that cause this disorder. As it is an autosome linked disorder, the victims may be male or female with the equal chances of having the disease. Reason: it is due to mutation or deletion. It results in reduced synthesis of alpha or beta globin chains of hemoglobin, results in abnormal hemoglobin synthesis that causes anemia. So, thalassemia is a quantitative disorder. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ ഡയഗ്രാം അവിടെ കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിക്കുക. നടുക്കായി ഒരു ഹീം ഗ്രൂപ്പ് കാണാം. അതിൽ നിന്നും 2 ആൽഫ ചെയിനുകളായ ആൽഫ ഡാഷ് ആൽഫ ക്യാപ്പും 2 ബീറ്റ ചെയിനുകളും നിങ്ങൾക്ക് കാണാം. അങ്ങനെ 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ഒരു ഹീം ഗ്രൂപ്പും കൂടെ ചേരുന്നതാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കേണ്ടത് തലസീമിയ പഠിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സരൂപ ക്രോമസോമുകളുമായി ബന്ധപ്പെട്ട ഒരു
ഗുപ്ത സ്വഭാവ വൈകല്യമാണ് തലസീമിയ. ഇത് ഓട്ടോസോം അല്ലെങ്കിൽ സരൂപ ക്രോമസോമുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് രോഗി ആയ വ്യക്തി പുരുഷനോ സ്ത്രീയോ ആകാം. ഈക്വൽ ചാൻസസ് ആണ് ഉള്ളത്. ഉൽപരിവർത്തനം അല്ലെങ്കിൽ ഡെലീഷൻ മൂലം ഗ്ലോബിൻ ചെയിനിൽ ഉണ്ടായ അസാധാരണ മാറ്റം കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇത്തരം ഹീമോഗ്ലോബിൻ്റെ ആൽഫ ബീറ്റ ഗ്ലോബിൻ ചെയിൻസിൽ ഒന്നിൻ്റെ നിർമ്മാണം കുറയുന്നു. ഇത് ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന അസാധാരണ ഹീമോഗ്ലോബിൻ വിളർച്ചയ്ക്ക് കാരണമാകുന്നു. RBC ഘടന ശ്രദ്ധിക്കുക. അതിൽ ആൽഫ ചെയിനുകളുടെയും ബീറ്റ ചെയിനുകളുടെയും പൊസിഷൻ മനസ്സിലാക്കുക. ബേസ്ഡ് ഓൺ ദ ചെയിൻ എഫക്റ്റഡ്, 2 types of thalassemia may occur. One is alpha thalassemia, another one is beta thalassemia. Thalassemia is a quantitative problem because the mutated or deleted genes leads to poor synthesis of alpha or beta globin chains. So the intensity of thalassemia is based on the quantity of alpha or beta globin chains synthesized. If their quantity is low, the intensity of thalassemia is high. If their quantity is very low, the intensity of thalassemia will be very high. So thalassemia is a quantitative problem. ഇനി ആ ടേബിൾ ശ്രദ്ധിക്കൂ. മെയിൽ ഓർ ഫീമെയിൽ വിത്ത് തലസീമിയ മേജർ. ഹിയർ 2 autosomes of homologous pairs will get recessive alleles small t. So very poor alpha beta globin synthesis will occur. This leads to severe anemia, which is called thalassemia major. Such patients will not survive. Now the second case, male or female thalassemia carrier. One of the autosomes of the homologous pair got recessive allele small t. They will survive due to the other normal autosome of the homologous pair results in comparatively high quantity of alpha beta globin chains. ഇനി ആ ചെറിയ ക്രോസ് കൂടെ ശ്രദ്ധിക്കുക. തലസീമിയയുടെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ നിങ്ങൾക്കവിടെ മനസ്സിലാകും. ഇനി താഴത്തെ വലിയ ടേബിൾ ശ്രദ്ധിക്കൂ. ആൽഫ ബീറ്റ തലസീമിയ ഉണ്ടാകാനുള്ള കാരണം അവിടെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നു. ആദ്യമായി ആൽഫ തലസീമിയ എന്തുകൊണ്ടുണ്ടാകുന്നുവെന്ന് പരിശോധിക്കാം. ആൽഫ തലസീമിയ നിയന്ത്രിക്കുന്നത് 16ാമത്തെ ഓട്ടോസോമിലെ ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസായ HbA1 ആൻഡ് HbA2 ഇവയാണ്. HbA1 എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആൽഫ 1ഉം HbA2 എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആൽഫ 2ഉം ആണ്. അതിനാൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ഹോമോലോഗസ് ക്രോമസോമുകളിൽ 4 അലീലുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതായത് 2 HbA1, 2 HbA2. ഇതിൽ ഏതെങ്കിലും 1 2 അതിലധികമോ ജീനുകൾ നഷ്ടപ്പെടുകയോ ഉൽപരിവർത്തനം സംഭവിക്കുകയോ ചെയ്താൽ ആൽഫ ഗ്ലോബിൻ തന്മാത്രകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു. ഇത് തലസീമിയയുടെ തീവ്രതയിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു. ആൽഫ ഗ്ലോബിൻ തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞാൽ തലസീമിയയുടെ തീവ്രത കൂടുന്നു. ആൽഫ ഗ്ലോബിൻ തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ തലസീമിയയുടെ തീവ്രതയിൽ കുറവ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തലസീമിയ ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനായ ബീറ്റ തലസീമിയ പരിശോധിക്കാം. ബീറ്റ തലസീമിയ നിയന്ത്രിക്കുന്നത് 11ാമത്തെ ഓട്ടോസോംസിലെ HbB അഥവാ ഹീമോഗ്ലോബിൻ ബീറ്റ ജീൻ ആണ്. അതിനാൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ഹോമോലോഗസ് ക്രോമസോമുകളായി പരിഗണിക്കുമ്പോൾ ഈ ജീനുകൾ 2 എണ്ണം ഉണ്ടാകും. അതായത് 2 HbB ജീനുകൾ. ഇവയിൽ ഏതെങ്കിലും 1 അതിലധികമോ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഉൽപരിവർത്തനം സംഭവിച്ചാലും ബീറ്റ ഗ്ലോബിൻ തന്മാത്രകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. ഇത് തലസീമിയയുടെ തീവ്രതയിൽ വ്യത്യാസമുണ്ടാക്കുന്നു. അതായത് ബീറ്റ ഗ്ലോബിൻ തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞാൽ തലസീമിയയുടെ തീവ്രത കൂടുന്നു. ബീറ്റ ഗ്ലോബിൻ തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ തലസീമിയയുടെ തീവ്രത കുറയുന്നു. ഫോർത്ത് മെൻഡേലിയൻ ഡിസോർഡർ, ഫിനൈൽ കീറ്റോൺ യൂറിയ.
ഫിനൈൽ കീറ്റോൺ യൂറിയ ഈസ് ആൻ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. ജന്മനാ സംഭവിക്കുന്ന ഒരു മെറ്റബോളിക് വൈകല്യമാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. ഇറ്റ് ഈസ് എൻ ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ്. സോ ഫിനൈൽ കീറ്റോൺ യൂറിയ ഈസ് എൻ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. അതായത് സരൂപ ക്രോമസോമുകളുടെ ഗുപ്ത സ്വഭാവ വൈകല്യം കാരണമുണ്ടാകുന്ന ഒരു വൈകല്യമാണ് ഇത്. ദിസ് ഡിസോർഡർ ഈസ് കോസ്ഡ് ബൈ the mutation of a gene that codes for the enzyme phenylalanine hydroxylase. phenylalanine hydroxylase എന്ന രാസാഗ്നി അഥവാ എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനിൽ ഉൽപരിവർത്തനം നടന്നതുകൊണ്ടാണ് ഈ ഡിസോർഡർ ഉണ്ടാകുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഫിനൈൽ അലനീൻ ടു തൈറോസിൻ മെറ്റബോളിസമാണത്. നമ്മുടെ ശരീരത്തിൽ കാണുന്ന എസൻഷ്യൽ അമിനോ ആസിഡായ ഫിനൈൽ അലനീനെ ഹൈഡ്രോക്സിലേറ്റ് ചെയ്യുന്ന എൻസൈം. ഫിനൈൽ അലനീൻ്റെ ഫിനൈൽ റിങ്ങിലെ പാരാ കാർബണാറ്റത്തിൽ ഹൈഡ്രോക്സിലേറ്റ് ചെയ്ത് പാരാഹൈഡ്രോക്സി ഫിനൈൽ അലനീൻ അഥവാ തൈറോസിൻ ആക്കി മാറ്റുന്നു. ഈ മെറ്റബോളിക് പാത്വേയെ കൺട്രോൾ ചെയ്യുന്ന എൻസൈമാണ് ഫിനൈൽ അലനീൻ ഹൈഡ്രോക്സിലേസ്. ആ റിയാക്ഷൻസും ഇക്വേഷനും ശ്രദ്ധിക്കുക. ദ വിക്ടിംസ് ഓഫ് ദിസ് ഡിസോർഡർ ലാക്ക് ദിസ് എൻസൈം. ആസ് എ റിസൾട്ട് ഫിനൈൽ അലനീൻ accumulates and converts into phenyl pyruvic acid and other derivatives. These phenyl pyruvic acid and other derivatives of phenylalanine metabolism accumulate in brain, resulting in severe mental retardation. Our kidneys are not efficient for the reabsorption of these derivatives. As a result, these derivatives are excreted through urine. This condition is called phenylketonuria. Symptoms are mental retardation and presence of phenylalanine derivatives in urine. ഇനി മലയാളത്തിൽ വിശദമാക്കാം. ഇക്വേഷൻ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിലെ എസൻഷ്യൽ അമിനോ ആസിഡായ ഫിനൈൽ അലനീൻ എന്ന അമിനോ അമ്ലത്തിനെ ടൈറോസിൻ എന്ന അമിനോ ആസിഡാക്കി മാറ്റുന്ന രാസാഗ്നിയാണ് ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ്. ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ് എന്ന രാസാഗ്നി കോഡ് ചെയ്യുന്ന ജീനിൽ നടന്ന ഉൽപരിവർത്തനം മൂലം ഈ രാസാഗ്നി നിർമ്മാണം തടസ്സപ്പെടുന്നു. ഈ രാസാഗ്നിയുടെ അഭാവം മൂലം ഫിനൈൽ അലനൈൻ തൈറോസിൻ ആയി മാറ്റപ്പെടാതെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന ഫിനൈൽ അലനീൻ മറ്റു ഡെറിവേറ്റീവ്സായ ഫിനൈൽ പൈറുവിക് ആസിഡും മറ്റ് ഉൽപ്പന്നങ്ങളുമായി മാറ്റപ്പെടുന്നു. തലച്ചോറിൽ ഇവ അടിഞ്ഞുകൂടി മാനസിക വൈകല്യം ഉണ്ടാക്കുന്നു. മാത്രമല്ല നമ്മുടെ വൃക്കകൾ ഇവയെ ആഗിരണം ചെയ്യുന്ന തോത് വളരെ കുറവാണ്. അതിനാൽ ഇവ യൂറിനിലൂടെ വിസർജിക്കപ്പെടുന്നു. ഈ പ്രക്രിയയാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. അതുകൊണ്ട് ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന വൈകല്യം ഉണ്ടാകുന്നത് ഫിനൈൽ അലനീൻ മെറ്റബോളിസത്തിലെ പ്രധാന എൻസൈമായ ഫിനൈൽ അലനീൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈമിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുന്നത് കൊണ്ടാണ്. ഇതിന് കാരണമായത് മ്യൂട്ടേഷനാണ്. ഇനി ആ പെഡിഗ്രി കാണുക. മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു മെൻഡേലിയൻ വൈകല്യത്തിൻ്റെ പെഡിഗ്രിയാണത്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒന്ന് നോക്കി വയ്ക്കുക.